നമസ്കാരം. ജയം ടോക്സിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നു എന്നാരോപിച്ച രാഹുൽ ഗാന്ധി ഇപ്പോൾ അതിലും ഗുരുതരമായ ഒരാരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വളരെ ഗുരുതരമായ ക്രമക്കേട് നടന്നുവെന്നും വോട്ട് കൊള്ള തന്നെ നടന്നുവെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ആരോപിച്ചത്. കർണാടകയിലും മഹാരാഷ്ട്രയിലും യു.പിയിലും ഉൾപ്പെടെ പല സംസ്ഥാനത്തും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഗുരുതരമായ ക്രമക്കേട് നടന്നുവെന്നും വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാപകമായി കള്ളവോട്ട്, വ്യാജ വോട്ട് രേഖപ്പെടുത്തിയെന്നും അത് ഭരണഘടനയുടെയും ഇന്ത്യ ഇലക്ഷൻ കമ്മീഷൻ്റെയും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും വിശ്വാസ്യതയെ ബാധിക്കുന്ന കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇത് രാജ്യവ്യാപകമായി വലിയ ചർച്ചയായിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വ്യാജ വോട്ടുകൾ രേഖപ്പെടുത്തപ്പെടുന്നത്? പ്രധാനമായും 3 തരത്തിലാണ് വ്യാജ വോട്ടുകൾ ഉണ്ടാകുന്നത്. ഒന്ന്, ഒരേ വ്യക്തിയുടെ പേരിൽ ഒരേ വ്യക്തിയുടെ ID ഉപയോഗിച്ച് ഒരേ വ്യക്തിയുടെ ഫോട്ടോ ഉപയോഗിച്ച് പല സ്ഥലത്ത് വോട്ടുകൾ ഉണ്ടാവുക, പല വിലാസത്തിലുണ്ടാവുക. രണ്ടാമത്തേത്, ഓരോ വ്യക്തിയുടെ ഫോട്ടോ ഉപയോഗിച്ച് പല വിലാസത്തിൽ, പല പേരുകളിലും പല വിലാസത്തിലുമായിട്ട് വോട്ടർ പട്ടികയിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. മൂന്നാമത്തേത്, ഒരേ വിലാസത്തിൽ തന്നെ നിരവധി വോട്ടുകൾ, ഒരുപക്ഷെ ഒരു സ്ഥാപനത്തിനെയും മറ്റുമൊക്കെ പേരിൽ 40ഉം 50ഉം വോട്ടുകൾ രേഖപ്പെടുത്തപ്പെടുക. ഇങ്ങനെ രേഖപ്പെടുത്തപ്പെടുന്ന വോട്ടുകൾ ഒന്നും യഥാർത്ഥ വോട്ടുകളല്ലെന്നും അത് വ്യാജ വോട്ടുകളാണെന്നും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ വോട്ടുകളൊക്കെ പോൾ ചെയ്യപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഇനിയും വ്യക്തമാക്കേണ്ട കാര്യമാണ്. അതിന് കൂടുതൽ പരിശോധനകളും അന്വേഷണങ്ങളൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച ഒരു വോട്ടർ പട്ടികയിൽ എങ്ങനെ ഇത്തരം വ്യാജ വോട്ടുകൾ വന്നു എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഇതിലിപ്പോൾ രാഹുൽ ഗാന്ധി ഏറ്റവും ഗുരുതരമായ ആരോപണമായി ഉന്നയിക്കുന്നത് കർണാടകയിലെ ബംഗളൂരിലെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടന്ന പോളിങ്ങിനെ സംബന്ധിച്ചാണ്. അവിടെ മൊത്തം 8 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 7 മണ്ഡലങ്ങളിലും മൊത്തം വോട്ടെടുക്കുമ്പോൾ കോൺഗ്രസിനാണ് ലീഡ്. എന്നാൽ ഒരു മണ്ഡലത്തിൽ മാത്രം BJPക്ക് 1,00,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം, ഏകദേശം 1,04,000 വോട്ടുകളുടെ ഭൂരിപക്ഷം എന്നാണ് കണ്ടത്. അപ്പോൾ ഇത് വളരെ അവിശ്വസനീയമാണ്. എങ്ങനെയാണ് ഇത്രയും ഭൂരിപക്ഷം ഒരു മണ്ഡലത്തിൽ മാത്രം ലഭിക്കുക? ലഭിച്ചുകൂടാ എന്ന് പറയാൻ പറ്റത്തില്ല. ജനാധിപത്യമാണ്, ആളുകൾ വോട്ട് ചെയ്യുന്നു. പക്ഷേ ഇതിലൊരു അവിശ്വസനീയതയുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്തത് ഏകദേശം 60ഓളം പേരെ നിയോഗിച്ച് കഴിഞ്ഞ 6 മാസമായിട്ട് അവിടുത്തെ വോട്ടർ പട്ടിക പരിശോധിച്ച് ആ വോട്ടർ പട്ടികയിലുള്ള ആളുകളുടെ വീടുകൾ കയറിയിറങ്ങി ഇത് വ്യാജമാണോ എന്ന് പരിശോധിച്ച് ഇത്രയും 1,00,000-ൽ പരം വോട്ടുകൾ വ്യാജമാണെന്ന് കണ്ടെത്തി. ഇനിയും ഇത്രയും വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടോ എന്നുള്ളത് കണ്ടെത്തേണ്ടത് വേറെ കാര്യം. പക്ഷേ ഇത്രയും വ്യാജ വോട്ടുകൾ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനുള്ള പരാതി നേരിട്ട് നൽകാനും രേഖാമൂലം നൽകാനും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അത് ഇതുവരെ രാഹുൽ ഗാന്ധി നൽകിയിട്ടില്ല. മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചപ്പോഴും ഇതേ ആവശ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിച്ചത്, രേഖാമൂലം പരാതി നൽകണമെന്ന്. അദ്ദേഹം പക്ഷേ അതിന് പകരം കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ വോട്ട് രേഖപ്പെടുത്തപ്പെടുന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ ഇങ്ങനെ കള്ളവോട്ടുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടാതെ പോയ ഒരു ഇലക്ഷനാണ്. BJP മുന്നണിയുടെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ആ മത്സരത്തിൽ കോൺഗ്രസ്സിന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഇലക്ഷനാണ്. ഏകദേശം 25 സീറ്റുകളിൽ 33,000-ൽ താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് BJP ജയിച്ചത്. അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്ന സീറ്റുകൾ നഷ്ടപ്പെട്ടത്. 33,000 വോട്ടുകൾ BJPക്ക് ഭൂരിപക്ഷം ലഭിച്ച ആ സീറ്റുകൾ തങ്ങൾ ജയിക്കേണ്ടതായിരുന്നുവെന്നും ഇത്തരത്തിലുള്ള വ്യാജ വോട്ടുകൾ ഉണ്ടാക്കി കള്ളവോട്ടുകൾ ചെയ്തുകൊണ്ടാണ് കോൺഗ്രസിന് ആ സീറ്റുകൾ നഷ്ടപ്പെട്ടതെന്നും രാഹുൽ ഗാന്ധി വാദിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആരോപണവും വാദവും മാത്രമാണെങ്കിൽ പോലും അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങളും അതിന് അദ്ദേഹം നിരത്തുന്ന തെളിവുകളും വളരെ ഗൗരവമുള്ളതാണ്. ഏറെക്കുറെ സമാനമായ സംഭവമാണ് ഏകദേശം 4 വർഷം മുമ്പ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സംഭവിച്ചത്. അന്ന് മലയാള മനോരമ പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 3,00,000-ൽ പരം വോട്ടുകൾ ഇവിടെ വ്യാജമായി ചേർക്കപ്പെട്ടു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി തന്നെ ഇടപെട്ടിട്ട് ഇലക്ഷൻ കമ്മീഷനോട് ഇത് പരിശോധിക്കാനും വ്യാജ വോട്ടുകളൊക്കെ
റദ്ദാക്കാനും ആവശ്യപ്പെട്ടു. ആദ്യം ഇത് നിരാകരിച്ച ഇലക്ഷൻ കമ്മീഷൻ പിന്നീട് പരിശോധന നടത്തിയിട്ട് 38,000 വോട്ടുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തു. പക്ഷേ ഈ വോട്ടുകൾ എങ്ങനെ ഉണ്ടായി എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ പരിശോധിക്കുകയോ അതിൻ്റെ കുറ്റക്കാരെ കണ്ടെത്തുകയോ ഒരാൾക്കെതിരെ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ബൂത്ത് ലെവൽ ഓഫീസർമാരാണ് വോട്ടുകൾ ചേർക്കുന്നത്. പക്ഷേ ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരോ തഹസീൽദാർമാരോ കളക്ടർമാരോ അറിയാതെയാണ് ഈ വോട്ടുകൾ ചേർന്നതെങ്കിൽ, വോട്ടർ ലിസ്റ്റിൽ പേരുകൾ വന്നതെങ്കിൽ അതെങ്ങനെ ഉണ്ടായി? കേരളത്തിൽ സംഭവിച്ചത് തന്നെയാണ്. തിരുവനന്തപുരത്ത് തന്നെ നൂറുകണക്കിന് വോട്ടുകൾ, ഒരാളുടെ പേരിൽ നിരവധി വോട്ടുകൾ, ഒരു ഫോട്ടോ മാത്രം ഉപയോഗിച്ച് നിരവധി വോട്ടുകൾ, പല പേരുകളിൽ ഒരേ ഫോട്ടോ ഉപയോഗിച്ച് വോട്ടുകൾ, ഇങ്ങനെ നിരവധി വോട്ടുകൾ കോഴിക്കോട്ടുണ്ടായി. പല നിയോജക മണ്ഡലങ്ങളിൽ ഇത്തരം കള്ള വോട്ടുകൾ, കള്ള പേരുകളിൽ വ്യാജ വോട്ടുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടതായി വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടിയതായി കണ്ടെത്തുകയും കോടതി ഇടപെട്ട് അത് നീക്കം ചെയ്യുകയുമാണ് ഉണ്ടായത്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല അദ്ദേഹം തന്നെ 3.5 ലക്ഷത്തിൽ പരം വോട്ടുകൾ വ്യാജ വോട്ടുകളാണെന്ന് തെളിവുകൾ സഹിതം ഹാജരാക്കിയെങ്കിലും പിന്നീട് അതേക്കുറിച്ച് അന്വേഷണം നടന്നില്ല. വ്യാജ വോട്ടുകൾ വ്യാപകമായിട്ട് വോട്ടർ പട്ടികയിൽ കടന്നുകൂടുന്നു എന്നുള്ള സത്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാപിക്കപ്പെട്ട കാര്യമാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ രാജ്യവ്യാപകമായിട്ട് സംഭവിച്ചു എന്ന് രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പം 4 വർഷം മുമ്പ് കേരളത്തിൽ കണ്ടെത്തിയ ഒരു കാര്യം അന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, ഇപ്പോൾ ടെക്നോളജി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. ഒരു പേരിലോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഉപയോഗിച്ച് ഒരു വ്യാജ വോട്ട് ഉണ്ടായാൽ ആ വോട്ട് വേറെ സ്ഥലത്ത് വീണ്ടും അതേ വോട്ട് തന്നെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് കണ്ടെത്തി ആ വോട്ട് നീക്കം ചെയ്യേണ്ടതാണ്. അതിനുള്ള സംവിധാനം ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ മോഡേൺ ടെക്നോളജി കൊണ്ടുള്ള പ്രയോജനം? ഇലക്ഷൻ കമ്മീഷൻ ഇതിന് ഉത്തരം പറഞ്ഞില്ലേ പറ്റുള്ളൂ. അതിന് പകരം ഇലക്ഷൻ കമ്മീഷൻ ഇത്തരം കാര്യങ്ങൾ ഒഴിഞ്ഞു മാറുകയും ഇത്തരം വ്യാജ വോട്ടുകൾ ചേർത്ത ആളുകളെ കണ്ടെത്താനായിട്ട് ചെറുവിരൽ പോലും ഉയർത്താതിരിക്കുകയും ചെയ്യുന്നത് വളരെയേറെ സംശയമുണ്ടാക്കുന്നുണ്ട്. ഇത് ചില പാർട്ടികളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നെന്നുള്ള ആരോപണം ഉണ്ടാവുന്നതും ഇതുകൊണ്ട് തന്നെയാണ്.